നമസ്കാരം. പതിരും കതിരും. നടക്കുമ്പോൾ നാടും പടയും കിടക്കുമ്പോൾ കട്ടിലും പായും എന്നൊരു ചൊല്ലുണ്ട്. മനുഷ്യർ ചെന്നു പതിക്കുന്ന ദുർവിധികളുടെ എല്ലാം അവസാനം ഇങ്ങനെയൊക്കെയാണ്. ആരായിരുന്നു വാസു സാറ്? പിണറായി വിജയൻ സ്വപ്നം കണ്ട നവോത്ഥാന കേരളത്തെ ശബരിമലയിൽ ഒളിച്ചു കടത്തിയ പുള്ളിയായിരുന്നു വാസു സാറ്. ആ വാസുവിധ കാരാഗ്രഹത്തിൽ കഴിയുന്നു. കിടക്കാൻ ഒരു കട്ടിൽ കിട്ടിയെന്നതാണ് ഏകാശ്വാസം. ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡും പോലെ ദേവസ്വം ബോർഡിന് ജയിലിൽ പ്രത്യേക ബ്ലോക്കുമായി. സുഹൃത്തുക്കളെ, കട്ടിലിൽ കിടക്കുന്ന വാസു താഴോട്ട് നോക്കുമ്പോൾ അതാ കീച്ചൻ പറമ്പിൽ കോപ്പർ പത്മൻ വെറും നിലത്ത് കിടക്കുന്നു. തൊട്ടപ്പുറത്ത് മുരാരി ബാബു. പമ്പയിലെ നടപ്പന്തലിൽ ചുരുണ്ടുകൂടി കിടക്കും പോലെയാണ് കിടപ്പ്. തല തറയിലടിച്ച ശബ്ദം കേട്ടപ്പോൾ വാസു കരുതിയത് ഭക്തരാരോ നെയ്ത്തേങ്ങ അടിച്ചതാണെന്നായിരുന്നു. വാസു കട്ടിലിൽ കിടന്നും പത്മൻ തറയിൽ കിടന്നും ശരണം വിളിച്ചു. പോറ്റി സാറ് ചില മന്ത്രങ്ങൾ ജപിച്ചു. അവർ ഒന്നിച്ച് അയ്യപ്പൻ കഞ്ഞി കുടിച്ചു. രാത്രി 11-ന് പിണറായി വിജയാസനം പാടി കണ്ണടച്ചു. വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മായ്ച്ചു ജഗന്നാഥൻ വടുരൂപിയായി വിളങ്ങിനാൻ എന്ന് പറയും പോലെ വാസുവിനും പപ്പനും പാർട്ടി നൽകിയ അധികാര ചിഹ്നങ്ങളെല്ലാം അവർ തിരിച്ചെടുത്തു. വാസു സാറിന് ചില്ലറ അസുഖങ്ങളൊക്കെ ഉള്ളതിനാൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ വാസുവിനെ ഇടവിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കും. കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പുള്ളികളാണ് അകത്ത് കിടക്കുന്നവരെല്ലാം. വാസു കട്ടിലിലും പപ്പൻ നിലത്തും കിടക്കുന്നതറിഞ്ഞ് പിണറായി വിജയൻ കട്ടിലുപേക്ഷിച്ച് ക്ലിഫ് ഹൗസിൻ്റെ തറയിൽ കിടക്കുന്നതായിട്ടാണ് അറിവ്. ഇത് കണ്ട് മച്ചിൻ്റെ മുകളിലെ മരപ്പെട്ടി പോലും വേദനിച്ചു പോയി. ഭരണമേറ്റ കാലത്ത് പിണറായി നടത്തിയ ഒരു സദാചാര ധാർമ്മിക പ്രസംഗമുണ്ടായിരുന്നു. അഴിമതിക്ക് പുത്തൻ വഴികൾ കണ്ടുപിടിച്ചിരിക്കുന്ന അവതാരങ്ങൾ ഒന്ന് ചിന്തിച്ചു കൊള്ളണം. രാത്രി മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കാനുള്ള അവസരം നഷ്ടമാക്കരുത്. അപ്പോൾ മുന്നറിയിപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. എന്തായാലും അത് കേൾക്കാത്തതിൻ്റെ അനുഭവമാണ് അകത്ത് കിടക്കുന്നവർ ഇപ്പോഴനുഭവിക്കുന്നത്. പിണറായി സത്യസന്ധനായതുകൊണ്ടും ലോകം വാഴ്ത്തുന്ന കെ പവിത്രനായതുകൊണ്ടും പരിശുദ്ധമായ കരങ്ങളുടെ ഉടമയായതിനാലും മടിക്കൂത്തിന് കനമില്ലാത്തതിനാലും എപ്പോഴും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പമിരുന്ന് അത്താഴം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. അന്താരാഷ്ട്ര ടൂറുകൾക്കും ഭാഗ്യം ലഭിച്ചു. പണമെന്നും അഴിമതിയെന്നും കേട്ടാൽ പന്തിരുകുലത്തിലെ പാക്കനാരെ പോലെ പിണറായി പറയും, അയ്യോ ആളെ കൊല്ലി വരുന്നേ. 2 പ്രബല ചെമ്പുകളെ പിടിച്ച് SIT അകത്തിട്ടതോടെ വാലിനും താടിക്കും തീപിടിച്ച പോലെ ഓടുകയാണ് സുഹൃത്തുക്കളെ സഖാവ് കടകംപള്ളി. മഴക്കോട്ടിട്ട് ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചാൽ പോലും ഇപ്പോൾ നിൽക്കാൻ സമയമില്ല. അടച്ചിട്ട മുറിയിലിരുന്ന പൂജയും പ്രാർത്ഥനകളുമാണ് എപ്പോഴും. പൂജാമുറിയിൽ നിന്നും മണിമുഴക്കം ഒഴിയുന്നില്ല. അതിനിടയിൽ മറ്റൊരു ദുരന്തം പോലെ ഒരു മുന്നറിയിപ്പ് വന്നു. മന്ത്രി വാസവൻ ശബരിമലയിലേക്ക് എഴുന്നള്ളുകയായി. അതോടെ ഭക്തർ കൂടുതൽ ജാഗരൂകരായിരിക്കുകയാണ്. അവർ സ്വന്തം പേഴ്സും ഫോണുമൊക്കെ കൂടുതൽ സുരക്ഷിതമാക്കി. ഇത്രയും കാലം വാസവൻ മലയിൽ പോയിട്ടും ശരണം വിളിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കരിമലയിൽ നിന്നൊക്കെ വാവിട്ട് ശരണം വിളിക്കുകയാണ്. ഇനി ശ്രീകോവിലിന് മുമ്പിൽ ചെന്നൊരു നിൽപ്പുണ്ട്. പിണറായി വിജയൻ്റെ ഈ ദ്വാരപാലകൻ ശരിക്കും ഒരു പൊതിഞ്ഞ ചെമ്പ് തന്നെയാണ്. വാസവൻ്റെ പമ്മി പിടിച്ചുള്ള ചിരിയാണ് അയ്യപ്പന് ഒട്ടും സുഖിക്കാത്തത്. എൻ്റെ പേരിൽ 8 കോടി തുലച്ച് എന്നേക്കാൾ വലിപ്പത്തിൽ കൂറ്റൻ ഫ്ലെക്സിൽ കയറിയിരിക്കുന്ന പുള്ളിയാണ് ഈ വാസവനെന്ന് അയ്യപ്പനറിയാം. എൻ്റെ വാതിലും എൻ്റെ കഴുക്കോലും കട്ടളയും എല്ലാം നിങ്ങൾ മോഷ്ടിച്ചു, മുദ്രമാല വരെ കട്ടു. ഇതെല്ലാം അയ്യപ്പന് നല്ലതുപോലെ അറിയാം. ഗുണനപ്പട്ടിക മുതൽ തത്വമസി വരെ അടിച്ചിളക്കുന്ന ഈ ഭൗതികവാദ വിവരദോഷികളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അയ്യപ്പൻ്റെ തീരുമാനം. തത്വമസിക്ക് വാസവൻ നൽകിയ അർത്ഥം നിൻ്റെ എല്ലാം എൻ്റെ ആകുന്നു എന്നാണ്. അതേതാണ്ട് ഏറെക്കുറെ ശരിയുമായി. പിണറായി വിജയൻ്റെ അപശകുനം പിടിച്ച ആ ശരണം വിളിയുണ്ടല്ലോ, കല്ലും മുള്ളും കാലിക്കുത്ത, അതാണ് ഈ സർവനാശത്തിൻ്റെ എല്ലാം തുടക്കമായത്. ഭരണത്തിൽ വന്ന വർഷം പിണറായി കന്യയ്യപ്പനായി ശബരിമലയിൽ ചെന്നു. അതോടെ അന്നത്തെ പ്രളയം ചരിത്രത്തിൻ്റെ ഭാഗമായി. ആദ്യമായി ശബരിമലയിലെ ചിങ്ങമാസ പൂജ മുടങ്ങി. നല്ല ഐശ്വര്യമുള്ള മനുഷ്യനാണ്. AKG സെൻറ്ററിൻ്റെ പാല് കാച്ചിയതും പിണറായിയാണ്. അതിൽ പിന്നെ അവിടെ ഗോവിന്ദൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥത വരെ ഇപ്പോൾ ചോദ്യചിഹ്നമാണ്. ശബരിമല എന്താണെന്ന് പോലും അറിയാത്ത കുറേ ചാനൽ ചാവേറുകൾ ചർച്ചയ്ക്കിറങ്ങിയിട്ടുണ്ട്. ഈ കൊള്ളവൃത്താന്തം പോലും അവരെ ഒന്നും കൊഞ്ഞനം കൂത്തുന്നതേയില്ല. സുരേഷ് കുമാർ എന്ന നാമധേയത്തിലൊരു പുതിയ അപ്രൻറ്റീസ് ചാവേർ ഇപ്പോൾ ചാനലുകളിൽ വരുന്നുണ്ട്. ഈ കൊള്ളവൃത്താന്തത്തെ വരെ ന്യായീകരിച്ച അയാളോട് മനോരമയിലെ അയ്യപ്പദാസ് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ശബരിമലയിൽ പോയിട്ടുണ്ടോ? ഞാൻ വിശ്വാസിയല്ല, പക്ഷേ SFIയുടെ ഒരു പഠന ക്യാമ്പിൻ്റെ ഭാഗമായി ശബരിമലയിൽ പോയിട്ടുണ്ട്. കേട്ടാൽ തോന്നും അയ്യപ്പൻ അവിടെ സ്വാശ്രയ കോളേജ് ഏതാണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. SFIക്കാർക്ക് പഠിക്കാൻ പറ്റിയ സാധനമാണല്ലോ അയ്യപ്പൻ.
ആ കൊടിയിലെ ഉണക്ക നക്ഷത്രമാണല്ലോ മകരജ്യോതിയായി മാനത്ത് തെളിയുന്നത്. എന്തായാലും വാസു കിടക്കുന്ന ആ കട്ടിലുണ്ടല്ലോ, അത് പിണറായി വിജയനുള്ള ഒരു സമ്മാനമായിട്ട് വേണം നമ്മൾ കാണാൻ.